ഉമ്മാക്ക് കൊറേ ദിവസം കഴിഞ്ഞ് പോയാ പോരെ? മതിയായിരുന്നു മോളെ. പക്ഷേ അവിടുത്തെ ആടുകൾ ആര് നോക്കും? ഇപ്പൊ തന്നെ ജമീലാത്താത്ത നോക്കാന്ന് പറഞ്ഞ ഉറപ്പില്ല ബാപ്പമ്മ പോന്നത്. എപ്പോഴും അത് പറ്റുമോ? ബാപ്പ സമയത്തെത്തുന്നു വിചാരിക്കണ്ട, എപ്പോഴും വൈകും. കുടുംബകാര്യത്തില് മാത്രമേ അമ്മാന്തുള്ളൂ, നാട്ടുകാരുടെ കാര്യത്തില് വലിയ കൃത്യനിഷ്ഠയാ. ഓന്റെ ബാപ്പയെ എങ്ങനെയായിരുന്നു? കുടിയിലെ കാര്യം മുടങ്ങിയാലും പള്ളിക്കാര്യം മുടക്കൂല. നാട്ടിലെങ്ങനെയും ജീവിക്കാം, അതുപോലെയാണോ അന്യനാട്ടില്? ഇപ്പൊ തന്നെ ഉമ്മയെ ഹജ്ജിന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊല്ലം 10 കഴിഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോഴല്ലേ നടന്നത്? അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും അത് നടന്നല്ല. ഈ അങ്ങനെ സമാധാനിക്ക്. ആ ഈ കാട്ടിനൊന്ന് കെട്ടിക്ക സലീമേ, ഞാൻ കെട്ടിയാ ഉറക്കൂല. 7 മണിന്റെ ഫ്ലൈറ്റ് അല്ലേ? മൂത്തുമാനം കൊണ്ട് ഞാൻ പോയാലോ സെറീനാത്ത? റസാക്കാനെ നോക്കിയൊന്നും നടക്കൂല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നവരുടെ നല്ല ക്യൂ ഉണ്ടാവും. റസാഖാനോട് എയർപോർട്ടിലെത്താൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഈ വായ മുടിക്ക സലീമേ. എന്റെ മോന്റെ മുഖം കാണാണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേ നല്ല കാര്യായി. വിമാനം ഇതല്ലെങ്കിലേ വേറെ വരും. നീ ഞാൻ പൊക്കോട്ടെ. ഓ എല്ലാം എടുത്തു വെച്ചോ സലീമേ? റസാക്ക വരാതെ മോളിൽ നിന്ന് ഇറങ്ങില്ലെന്ന് വാശി പിടിച്ചിരിക്കുക മുത്തുമ്മ. ഇതും കൂടി വെച്ചോ. ഇങ്ങനെ നടക്കണോണ്ട് റസാക്കയുടെ പോക്കറ്റ് കാലിയാവണത് മാത്രം മെച്ചുള്ളൂ. വേറെ വല്ലവരായിരുന്നെങ്കിൽ നാട്ടിലിപ്പോ എന്തൊക്കെ ഉണ്ടാക്കിയാനെ. ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കൊല്ലത്രയായി. അടുത്ത മഴക്കാലത്തിന് മുമ്പ് വാർപ്പ് തീർക്കുന്നു ഉപ്പ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. മിണ്ടാണ്ടിരിക്കെ. അങ്ങനെ ഇപ്പൊ 8 മഴക്കാലം കഴിഞ്ഞു പോയത്, എന്നിട്ട് വാർപ്പ് തീർന്നോ? ഒക്കെ ഉണ്ടാവും സെറീന. തൊട്ടതിനും പിടിച്ചതിനും ഓനെ കുറ്റപ്പെടുത്താതിരുന്നാ മതി. ഉമ്മ പോണ നേരായിട്ടും എന്നെ കുറിച്ചുള്ള പരാതികൾ വായിച്ചു തീർന്നില്ലേ സെറീന? അന്നെ കുറിച്ച് ആർക്കാടാ പരാതി? ഓള് സ്നേഹം കൊണ്ട് പറയുന്നല്ലേ. അതെ അതെ, പക്ഷെ ഇവള് സ്നേഹം കണക്കാക്കണത് കമ്പിയുടെ സിമെന്റിന്റെ മണലിന്റെ കണക്കനുസരിച്ചാ. ഓരോ പണിയിൽ നിന്നെടുത്ത് 1 ലോഡ് മണലിറക്കിയ ഇവക്ക് ഞാൻ 1 ലോഡ് സ്നേഹം ഇറക്കി കൊടുത്തു എന്നർത്ഥം അല്ലേ സെറീന? ഇപ്പൊ തന്നെ നേരം വൈകി, ഇറങ്ങാൻ നോക്ക്. എന്നിട്ട് മതി എന്റെ സ്നേഹത്തിന്റെ കണക്കെടുപ്പ്. വാ ഉമ്മ. ചെന്ന ഉടനെ ദാമോദരൻ ഡോക്ടറെ കാണണം. BP ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യണം. വാ ഉമ്മ, അന്നെ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. ഇനി എപ്പോഴാ ഇങ്ങനെ ഒന്ന് കാണാൻ കഴിയ? ഈ ഉമ്മാന്റെ ഒരു കാര്യം, ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ച് എന്നെ നോക്കിയാ എനിക്കും സങ്കടം വരുമെന്ന്. വന്നേ. വാലേക്കും അസ്സലാം. ഹംസക്ക കാലത്ത് തന്നെ ഇങ്ങ് പോന്നോ? എന്തായി മോനെ? ഞാൻ ഇന്നും എംബസിയിലേക്ക് പോകുന്നുണ്ട്. വേഗം ശരിയാവും. ആ സ്പോൺസർ അറബി ഓനെ ചതിച്ചതാ. ഓനെ ആരും പറ്റിക്കൂല. അതിപ്പോ എനിക്കും ഹംസക്കും അറിയാം, നിയമത്തിന് അറിയില്ലല്ലോ. 30 കൊല്ലം ഇവിടെ കിടന്ന് ഞാൻ നയിച്ചിട്ടും ഒരു നേർഗതി ഇല്ലാതെ വന്നപ്പോഴാ ഓനെ കൂടി വിസ അയച്ച് വരുത്തിയത്. എന്നിട്ടിപ്പോ ഇവിടെ ജയിലിലെ ഇരുട്ടറേ കിടക്കാനാണല്ലോ എന്റെ മോന്റെ വിധി. എംബസിയിൽ ചിലര് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. റഷീദിന് പെട്ടെന്ന് റിലീസ് കിട്ടും. ഒരുപാട് ഓടി നടക്കണതല്ലേ, ചെലവുണ്ടാവും. എന്റെ കയ്യില് ഇതേ ഉള്ളൂ. ഇതിനൊക്കെ കാശ് മേടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടുത്തെ ഷെയ്ക്ക് ആയേനെ. കയ്യിൽ വെച്ചോളൂ. ഹംസക്കൊക്കെ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. വേണ്ട റസാക്ക്, വിശപ്പോ എന്താവോ ഒന്നും ഇല്ലാണ്ടായിക്കണ്. സ്റ്റോക്ക് എല്ലാം തീരാറായി. കഴിഞ്ഞ തവണ ഇറക്കിയതിന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്. കൊടുക്കാടോ. താൻ 100 റിയാലിന്റെ റീചാർജ് കൂപ്പൺ എടുക്ക്. കടയിലെ കാര്യം നോക്കാണ്ട് റസാക്ക് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല കേട്ടോ. ബത്തേലെ കടയുടെ കാര്യം അറിയാലോ, അതുപോലെ ഇതും പൂട്ടിപ്പോണ്ടെന്ന് നോക്കൂ. പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത്. നാട്ടുകാരുടെ കാര്യത്തിനായാലും ഇവിടുന്ന് കിട്ടിയാലേ ചെലവാക്കാനുണ്ടാവൂ. എല്ലാം ശരിയാവൂടോ. ഒറ്റ കൂപ്പണല്ല, 50 റിയാലിന്റെ 2 കൂപ്പൺ. എന്നിട്ടെന്തിനാ വൈകുന്നേരം ആവുമ്പോഴേക്കും 50ന്റെ 2 കൂപ്പണും നാട്ടുകാർക്ക് കൊണ്ട് വിളിച്ചു തീർക്കൂലേ? രണ്ടായാലും കണക്കാ. ഇതാണ് വീട്. പെങ്ങളെ ഇറങ്ങി വാ.
ഇതാ നമ്മുടെ സ്പോൺസർ ബാബ ഹാദി ഗദ്ദാമ. جيب الجواز. جواز باسبورت. പാസ്പോർട്ട് കൊടുക്കാൻ. روحي جوا. അകത്തോട്ട് പൊക്കോളാൻ. നേരെ ചെന്നിട്ട് ലെഫ്റ്റ്. ശരി. عسى ما تأخرت عليكم. لا ما هي مشكلة. ليش حيرانة؟ تعالي تعالي. سميرة هذه الخدامة الجديدة. ايش اسمك؟ قولي لي ايش اسمك؟ Your name. അശ്വതി. اسمها أشوتي. فاطمة عندنا خدامة لأعمال المطبخ. انت عليك باقي شغل البيت. أنت تربين الأولاد كمان. فاطمة هذه خدامة من البارية جديدة، أبغاش تعلمينها كل شغل البيت، فهمتي؟ دليها الغرفة وأعطيها عباية تلبسها. تعالي هذه غرفتي. ساري هذا هلو هلايكي. أنا شفته في فيلم هندي. غيري ساري مش مناسب هنا. جين ساري. കൊള്ളാലോ. പെങ്ങളെ കാണാൻ ഇപ്പൊ നല്ല മൊഞ്ച്. പൊന്നാനി പോയി മാർക്കം കൂടിയ പോലുണ്ട്. أشوتي أنت جميلة السينة سبيكي. ഫാത്തിമ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? എനിക്ക് ആര് പറഞ്ഞതും മനസ്സിലാവണില്ല. സാരമല്ല, പതിയെ പഠിച്ചോളും. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സ്പോൺസറുടെ ഭാര്യ വിളിക്കുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, സൂക്ഷിച്ച് ചെല്ല്. പുതിയ മുഖ أشوتي أنت كنت فين؟ كم هي؟ معلش حبيبتي معلش، لا تبكي ماما لا تبكي، معلش حبيبتي معلش. تعالي جوا. خلي عينيكي على بدر وخذيه غسليه، بعدين نظف البلاط. Take him and wash, then clean the floor. Understand?
استعملي هذا دواء بكرة ياسر كلهم تمام في ألم pain കുറവുണ്ട്. مين في البيت house مين في മൈ ഹൗസ് കേരള. house ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ? ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ. انتي متزوجة ها كليانام no കല്യാണം മൈ ലാംഗ്വേജ്. your language Kalyanam my language Manika your language good Usman speak I study അതിനെന്താ, ഞാൻ പഠിപ്പിക്കാലോ. ഐ ടീച്ച് മലയാളം. നാട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോവുകയും ചെയ്യാം. കേട്ടിട്ടുണ്ടോ കേരളം? ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടുത്തെ പോലെയല്ല, മുഴുവൻ പച്ചയാ. ഫുൾ ഗ്രീൻ, ഫുൾ നിറയെ മരങ്ങളാ. ട്രീസ് ട്രീസ്. 6 months മഴ. മഴ നനഞ്ഞിട്ടുണ്ടോ? റെയിൻ റെയിൻ. نحن ساكن في شاطئ البحر أبوي روح البحر ما يرجع بعد يومين أو 3 أنا ماما يكون 1 بالليل أنا أسمع صوت أنواجه بحر ബെസ്റ്റ്. രണ്ടുപേരും ഇങ്ങനെ അവനവന്റെ ഭാഷയിൽ സ്പീക്കിക്കൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് വട്ടാവുമല്ലോ. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഇന്തോനേഷ്യ ഇവരുടെ രാജ്യം. സുനാമി വന്ന് നാട് മുഴുവൻ കടലെടുത്തപ്പോ കൂടെ ഇവളുടെ ബാപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ പോയി. ഏതോ ഒരു ബന്ധുവീട്ടിലായിരുന്നുകൊണ്ട് ഇവള് മാത്രം രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു ഭാരം കൂടി താങ്ങണ്ടെന്ന് തോന്നിയപ്പോ അവരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. മാസാമാസം കാശ് അയച്ചു കൊടുക്കാൻ അവർക്കൊരാളെ കിട്ടിയല്ലോ. ഈ ഫോൺ കൈവച്ചോ. രാത്രി മാത്രം ഓൺ ചെയ്താൽ മതി. പകൽ ഇതും ചെവി വെച്ചോണ്ട് നിൽക്കുന്ന കണ്ട ആ അറബിത്തള്ളയുടെ കയ്യിൽ നിന്ന് മുതുകിന് കിട്ടും. നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം എല്ലാം റീചാർജ് ചെയ്യാനേ മതിയാവൂ. ശരി. Это Salik. عثمان يا عثمان وين راح عثمان؟ തുടങ്ങി. عثمان سوي صفا റെഡി ബാബ. എവിടെയെങ്കിലും ഒന്ന് നിക്ക്. കിളവന് കാഴ്ച കുറവെന്നാ പറയുന്നത്. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഒരു പെണ്ണ് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കിളവന് നന്നായിട്ട് കാണാം. പിന്നെ തോണ്ടലും കുത്തലും. കിളവനല്ലേന്ന് കരുതി കണ്ണടച്ചേക്ക്, അല്ലെങ്കിൽ പണി പാളും. മുമ്പ് ഫാത്തിമാക്ക് നേരെയായിരുന്നു കിളവന്റെ ആക്രമണം. قلت نظيف عرضيات كويس. اسمع يوم تكون هنا يتكلم عربي ما في قرقر قرقر. سمعت يا عثمان؟ أشتي أشتي ده വിളിക്കുന്നു. عثمان ايش ترجم لها ايش اقول لك. طيب مدام انت لازم تغسلين ستاير كلها غسليها كويس. തുണിയെല്ലാം വൃത്തിയായിട്ട് കഴുകണമെന്ന്. بعدين لما بدر يقوم اعطيه اكل.
ആ തടിയൻ ചെക്ക ഉണരുമ്പോ അമുക്ക എന്തെങ്കിലും വായിൽ വെച്ചു കൊടുക്കാൻ. اسمعيني بالليل جاينا ضيوف ولازم نسوي لهم طعام فهمها اكل هم രാത്രിയിൽ വിരുന്നിന് ഫുഡ് ഉണ്ടാക്കണോന്ന്. എല്ലാരും കൂടി ഫാം ഹൗസിലേക്ക് പോകുന്നത് വെട്ടി വിഴുങ്ങാനാ. തിരിച്ചു വരുമ്പോഴും തിന്നേണ്ട വിചാരേ ഉള്ളൂ. കഷ്ടം. ഞാൻ ഇവറ്റകളെ എല്ലാം മേയാൻ വിട്ടിട്ട് വരാം.